ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമുക്ക് വീണ്ടും സഞ്ജു സാംസണെ പറ്റി സംസാരിക്കാം. എന്തായാലും സഞ്ജു സാംസണ് വീണ്ടും T20 വേൾഡ് കപ്പ് ടീമില് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് അതൊരു രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ ആക്ച്വലി ആ സഞ്ജു സാംസന്റെ സംവിധാനത്തോട് കാണിക്കുന്ന അനീതിയെ പറ്റി, സഞ്ജു സാംസനെ പോലെ വേറെ കുറെ കളിക്കാർക്ക് വേണ്ടി കാണിക്കുന്ന അനീതിയും അതേസമയം ചില കളിക്കാരോട് കാണിക്കുന്ന അധികമായ ഫേവറിറ്റിസവും നമ്മളെ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഇന്ന് നമ്മളെ സഞ്ജു സാംസനെ പറ്റിയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ കളിയെ പറ്റി കൂടുതൽ അതിന് വേറൊരു കാര്യം, ഒരു ആസ്പെക്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എനിവേ, അതിനു മുമ്പ് നമുക്ക് നമ്മുടെ അന്തരിച്ച പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഓർമ്മിക്കാതെ നമുക്ക് ഈ എപ്പിസോഡ് അത് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ശ്രീനിവാസ് എന്ന് പറയുന്നത് ഒരു 80-90 കാലഘട്ടങ്ങളിലെ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കളുടെ സ്പന്ദനം അറിഞ്ഞ, അവരുടെ മനസ്സറിഞ്ഞ ഒരു തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായിരുന്നു. അദ്ദേഹം ചെയ്ത തിരക്കഥകളിലെ കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണവും ഒക്കെ അന്നത്തെ യുവാക്കളുടെ മനസ്സിൽ എത്രമാത്രം ചേക്കേറി. അതിൻ്റെ പല സംഭാഷണങ്ങളും ഇപ്പോഴും ആൾക്കാരത് പല സന്ദർഭങ്ങളിലും പ്രാക്ടിക്കൽ ലൈഫിലും മറ്റ് സിനിമകളിലും പല സന്ദർഭങ്ങളിലും യൂസ് ചെയ്യുന്നതാണ്. പല മൂവികളും ക്ലാസിക് മൂവീസാണ്, എന്താ ഐക്കോണിക് മൂവീസ് എന്ന് പറയാം. ഇപ്പം നാടോടിക്കേറ്റായാലും സന്ദേശം പോലുള്ള മൂവികളൊക്കെ ഒരു സറ്റയറിന്റെ ഒരു സറ്റയറും അതേപോലെ തന്നെ ചിരിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ പുതിയ രണ്ട് സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളായാലും പല കഥാപാത്രങ്ങളായാലും സ്വയം പരിഹസിക്കാൻ, അല്ലെ ലാഫ് അറ്റ് യുവർസെൽഫ് എന്ന് പറയുന്നത് ഇത്ര ഇതായിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പുള്ളി അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതിയത് ആ കഥാപാത്രം, അതായത് പുള്ളി അഭിനയിക്കുന്ന ആ കഥാപാത്രം താനൊരു അവകാശനായപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ മടിയില്ലാതെ ധൈര്യം കൂടെ ചെയ്തിട്ടുള്ളതാണ്. അത് സമകാലീന രാഷ്ട്രീയമായാലും സമകാലീന പ്രശ്നങ്ങളായാലും സമകാലീനമായിട്ടുള്ള പിന്നെ സിനിമ ഉൾക്കാഴ്ചകളായാലും എല്ലാം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തില് നമ്മൾ അതിശയോക്തി ഒന്നുമല്ല, ഈ വിടവ് നികത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ആസ് ഓഫ് നൗ കേരളത്തിൽ അതിന് ആ വിടവ് നികത്താൻ പറ്റിയ ഒരാളില്ലെന്നുള്ളതാണ് സത്യം. കാര്യം അത് ഭാവിയിൽ ചെയ്യുമായിരിക്കും, പക്ഷെ റിയലി ജീനിയസ്. അപ്പൊ അത് പുള്ളിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കയറാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ സഞ്ജു സാംസനെ ഇന്നത്തെ ടീം പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബാക്കപ്പ് ആയിട്ടൊന്നും അല്ല, ഈ പറഞ്ഞ പോലെ ഓപ്പണർ എന്താ പറയുന്നത്, ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം പക്ഷെ ഇതൊക്കെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഇപ്പം ജിതേഷ് ശർമ്മ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ഇല്ല, ഇഷാൻ കിഷൻ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ഓപ്പണർ, അതായത് സഞ്ജുവിന്റെ അതേ റോൾ ചെയ്യുന്ന ആളിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും സമയത്ത്, കാര്യം ഗില്ലിന്റെ കൂട്ടല്ല സഞ്ജു സാംസന്റെ കാര്യം. സഞ്ജു സാംസണൊക്കെ 1-2 മാച്ചുകളിൽ കൂടുതൽ പരാജയപ്പെടാൻ അവർ അനുവദിക്കത്തില്ല. അപ്പം പിന്നെ ഇഷാൻ കിഷന് ഒരു ത്രെട്ടാണ് കയറി വരാൻ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ എനിവേ, അങ്ങനെ ഒരു അവസരം കിട്ടി, അത് മുതലാക്കണം. അപ്പം നമ്മൾ പറയാൻ വന്നത്, ഈ സത്യം പറഞ്ഞ ഈ ടീം സെലക്ഷനെ പറ്റിയോ സഞ്ജുവിയുടെ അനീതിയൊന്നും അല്ല, വേറൊരു കാര്യം പറയാനാണ്. അതായത് നമ്മളിപ്പം കഴിഞ്ഞ സീരീസ്, സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള സീരീസില് ഈ ഗില്ലായിരുന്നല്ലോ, സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിലും സഞ്ജു സാംസന് 3 മാച്ചുകളും കളിക്കാൻ പറ്റിയില്ല. സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ലോട്ടാണ് ഗില്ല് അടക്കിയത്. അപ്പൊ അത് നമ്മളെല്ലാം വിചാരിച്ചത് പുള്ളിക്ക് ഈ സീരീസിൽ ഒരവസരം കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും എല്ലാവരും ലേബൽ ചെയ്യുന്നതാണ് സഞ്ജു സാംസൺ one of the most unluckiest players in the not only the country, I mean all across the world.
പുള്ളി എത്ര കളിച്ചാലും എത്ര കളി ജയിപ്പിച്ചാലും എത്ര റെക്കോർഡ് ഉണ്ടാക്കിയാലും എത്ര സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായാലും അവർ ഒന്നും ഈ സെലക്ടേഴ്സിന്റെ കണ്ണിൽ പെടാതെ പോകും. ഇപ്പൊ ഡൊമസ്റ്റിക്കിലാണെങ്കിൽ തന്നെ ഇപ്പം മുസ്താഖ് പിന്നെ സ്മാറ്റില് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സീരീസിന് വേണ്ടി പോയത്. ബെഞ്ചിലിരിക്കുമായിരുന്നെങ്കിൽ പോലും. അപ്പം സൗര്യശാസ്ത്രി പോയതുപോലെ ചോദിച്ചതുപോലെ ഒരു ഇഞ്ചുറി ഉണ്ടാവുമ്പം പോകാൻ ബാക്കപ്പ് ആയിട്ടുള്ള ഒരു കളിക്കാരനൊന്നും അല്ല സഞ്ജു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു ലേബലിലായിരുന്നു. അപ്പം അത് കുറച്ചൊരു ഊട്ടുറപ്പിക്കുന്നതായിരുന്നു നാലാമത്തെ കളി. നാലാമത്തെ കളിയിലെ ഗില്ല് പരിക്കായി, സഞ്ജു സാംസണ് നറുക്ക് വീണു. പക്ഷെ ആ കളി നടന്നില്ല. ഫോഗ് ആയതുകൊണ്ട് ആ കളി ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം പിന്നെ സഞ്ജു സാംസൺ അൺലക്കിയസ്റ്റ് പ്ലെയർ ആണെന്നുള്ളതിന് കുറച്ചുകൂടെ അതിനകത്ത് കുറച്ചുകൂടി ഒരു വിശ്വസനീയത വന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അഞ്ചാമത്തെ കളിയിൽ വീണ്ടും ഗില്ലിന്റെ പരുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവസരം കിട്ടി. ആ അവസരം ഒരുവിധം നന്നായിട്ട് മുതലാക്കുകയും ചെയ്തു. കാര്യം 37 റൺസ് 22 ബോളിൽ 37 റൺസ് എന്ന് പറഞ്ഞാൽ 37 റൺസ് ചെറിയതായിട്ട് തോന്നുമെങ്കിലും T20 അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓപ്പണറായിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ 168 സ്ട്രൈക്ക് റേറ്റിലാണ് അത് നേടിയിട്ടുള്ളത്. അപ്പം അത് അഭിഷേക് ശർമ്മയെ ഏതാണ്ട് അതേപോലെ തന്നെ പ്ലേ ചെയ്ത് പവർ പ്ലേയിൽ അവർക്കൊരു മാക്സിമം ഏതാണ്ട് റൺസ് 61 റൺസോളം നേടാൻ പറ്റിയിട്ടുണ്ടെന്നതാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് എന്താ പറയുക, നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഒരു സെൽഫ്ലെസ്നെസ്. നമ്മള് ഇപ്പം ഗില്ലൊക്കെ മൂന്നാമത്തെ കളിയില് ഒരു ലോ സ്കോറിംഗ് ഗെയിമില് ഈ ടെസ്റ്റ് കളിക്കുന്നവർ ഓടി കളിക്കുന്നവർ 28 പന്തിൽ 28 എടുത്ത് ഭയങ്കര സേഫ് ആയിട്ട് കളിച്ചതുപോലല്ല സാംസൺ കളിച്ചത് അയാളുടെ ഈ മാച്ചിൽ അയാളെ ഏതെങ്കിലും രീതിയിൽ വളരെ ഇതായിട്ട് ഔട്ടായി പോയിരുന്നെങ്കിൽ പുള്ളിക്ക് പിന്നെ ഒരു അവസരം കിട്ടുമെന്ന് തന്നെ സംശയമാണ്. കാര്യം ഇവർക്കൊന്നും കിട്ടുന്നുള്ള അവസരമൊന്നും സഞ്ജുവിന് കിട്ടത്തില്ല. അവർ തോൽവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അത്രയും പ്രഷറായിരിക്കുമ്പോഴാണ് പുള്ളി ആദ്യത്തെ ബോൾ മുതൽ കളിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്ത് തന്നെ കളിച്ചു. അതായത് ടീമിന് വേണ്ടി കളിച്ചു, അല്ലാതെ സ്വന്തം സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി സേഫ് കളി അല്ല കളിച്ചത്, ടീമിന് വേണ്ടിയാണ് കളിച്ചത്. 37 റൺസ് എടുത്തു. ദാറ്റ്സ് എ ഗുഡ് സ്കോർ ആക്ച്വലി ഇൻ എ T20 ആൻഡ് എസ്പെഷ്യലി അണ്ടർ ദ കണ്ടീഷൻ ആസ് എൻ ഓപ്പണർ ആൻഡ് നമ്മളെ അയാളുടെ ആ ഒരു സമ്മർദ്ദം, ആ പ്രഷർ അവിടെ നോക്കണം. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി, അതായത് ഉപയോഗിച്ചു. ആദ്യം ഉപയോഗിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ആക്ച്വലി വേൾഡ് കപ്പിന്റെ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് മാത്രമാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ദാറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ്. അവർക്ക് ഗില്ലിനെ വീണ്ടും ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല, സഞ്ജുവിനെ ഇല്ലാതെ എടുത്തു കളയാനും പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ സഞ്ജുവിന് തന്നെ നറുക്ക് വന്നു. പക്ഷെ ഇഷാൻ കിഷനെ കൊണ്ടുവന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. ഫോഴ്സിന് ഇപ്പം സഞ്ജുവിന് കളിക്കാൻ പറ്റാത്ത ഏതെങ്കിലും രീതിയിലായി കഴിഞ്ഞാൽ ആ റോൾ ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ഇപ്പം ജിതേഷിനെ എടുത്താൽ വിക്കറ്റ് കീപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോഴും ഓപ്പണറുടെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പറയാൻ ജസ്വലിനെ എടുക്കുക, അപ്പം കൂടുതൽ മെമ്പേഴ്സ് ആവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇത് അഗൈൻ ഞങ്ങൾ പറയാൻ വരുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാല്, ഒരു അൺലക്കിയസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഒരു കളിയിലാണ്, ഒരു രാത്രിയിലാണ് ഒരു ലക്കിയസ്റ്റ് മാനായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് വരെ ലക്കിയസ്റ്റ് ആയിരുന്ന ഗില്ല് ഔട്ടാവുകയും അൺലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരാള് സഞ്ജു അകത്താവുകയും ചെയ്തു. ഓക്കെ, അത് കളി വലിയ നല്ല രീതിയിലൊക്കെ ഇത് ചെയ്യുവാണ്. ഇപ്പൊ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസ് ഉണ്ട് വേൾഡ് കപ്പിന് മുമ്പ്. അതിനകത്തൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരുവിധം നന്നായിട്ട് പുള്ളി കളിച്ചാല് പിന്നെ ഒരിക്കലും ഇവർക്ക് സഞ്ജുവിനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് ജീവിതത്തില് എപ്പോഴാണ് നമ്മളുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന ലൈഫ് എന്ന് പറയാൻ പറ്റും. നമ്മളെ ഗിവ് അപ്പ് അല്ല, ആ ഒരു രീതിയിലാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇരിക്കുന്ന ഒരു നിമിഷം കൊണ്ടായിരിക്കും ചിലപ്പം ലക്കിയസ്റ്റ് ആയിട്ടുള്ള അൺലക്കിയസ്റ്റ് ആയിട്ടുള്ളത് ലക്കിയസ്റ്റും ഒക്കെ ആയി മാറുന്നത്. മനസ്സിലായില്ല? സന്ദർഭം എപ്പോഴാണ് വീഴുന്നത്, എങ്ങനെ വന്ന് വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, അതാണ് ഒരു പാഠം ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഈ സഞ്ജുവിന്റെ കളിയല്ല ഞാൻ പറഞ്ഞത്, കളിയിൽ നിന്നല്ല, കളിയേക്കാൾ കൂടുതൽ പുള്ളിയുടെ ഒരു 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 ആട്രിബ്യൂട്ട് ഉണ്ട്, ഒരു ക്യാരക്ടർ. അത് നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഈ സഞ്ജുവിനെ പോലെ ഒരു ഫേവററ്റിസം അല്ലെ ഒരു അവഗണന നേടിയിട്ടുള്ള ഒരു കളിക്കാരൻ വളരെ കുറവാണ്. ഉണ്ട് എങ്കിലും ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പണിഷ്ഡ് ഓർ ബയസ്ഡ് എന്താ പറയുക ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാള് മോസ്റ്റ്ലി ഗിവ് അപ്പ് ചെയ്യും, അല്ലെ അവരുടെ ആ ഒരു ഡ്രൈവ് നഷ്ടപ്പെടും. ഒരു ഫൈറ്റ് ചെയ്യാൻ അവൻ ഗിവ് അപ്പ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ ഞാൻ ചെയ്താലും ഒരു ഗുണമില്ല. ഇപ്പൊ അടുത്ത സമയത്ത് ഈ ബെഞ്ചിലിരുന്ന് വാട്ടർ ബോയ് ആയിട്ട് 3 കളി കളിച്ച ഒരു കളിക്കാരൻ സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചതല്ല പുള്ളിക്ക് വീണ്ടും ഇങ്ങനത്തെ അവസരം വരുമെന്നും വേൾഡ് കപ്പ് വരുമെന്നും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അത് പുള്ളിയുടെ നിശ്ചയദാർഢ്യമാണ്. അതായത് പിടിച്ചു നിൽക്കുക, അത് മുതലെടുക്കുക, ആ കിട്ടുന്ന സന്ദർഭങ്ങൾ മുതലെടുക്കുക, അതിന് പിന്നെ ഫലമില്ലെങ്കിൽ പോലും ഈ കണ്ടിന്യൂഡ്. ഇപ്പം ലാസ്റ്റിലെ T20 സീരീസിനകത്ത് 2 സെഞ്ചുറി നേടിയിട്ടാണ് പുള്ളിയെ ഈ പുറത്തിരുത്തിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതും ഈ സൗത്ത് ആഫ്രിക്കയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് അവരുടെ മണ്ണിൽ ഫാസ്റ്റ് ട്രാക്കില് കളിച്ച് ചെയ്ത ഒരാളെയാണ് ഇപ്പം പുറത്തൊക്കെ ഇരിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു പരമ്പരയിൽ ഇത് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് പോലും പുള്ളി ഗിവപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ പോയില്ല. പിന്നെയും കളിക്കണം, ഞാൻ ഫൈറ്റ് ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അതുകൊണ്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി പുള്ളി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് റിസൾട്ട്. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഗിവപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുള്ളി പിന്നെ തിരിച്ചു വരാൻ ഒരു കംബാക്ക് ഉണ്ടാകത്തില്ല, മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതുപോലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും വളരെ കാമായിട്ട് വളരെ പേഷ്യന്റ് ആയിട്ടാണ് ഈ കണ്ടിന്യൂഡ് ഹിസ് കരിയർ അല്ലെങ്കിൽ ആ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫാൻസും മറ്റുള്ളവരൊക്കെ പുറത്തൊക്കെ ഉള്ളവര് ഒത്തിരി BCCയെയും ഗംഭീറിനെയും മറ്റുള്ളവരെയും ഒക്കെ ഇത് പറയുമെങ്കിലും സഞ്ജു ഒരാളെയും പിന്നെ എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ആരെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല, ആ ഒരു കരച്ചിൽ നടത്തിയിട്ടില്ല. അതായത് എന്നെ എഴുത്തില്ല. അപ്പോഴും അതിങ്ങനെ വരുമ്പോഴും പുള്ളി വളരെ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഓപ്പണർ സ്ഥാനത്ത് താഴെ വന്നപ്പോഴും ബെഞ്ചിൽ ഇരുന്നപ്പോഴും ഒക്കെ അത് ഈ ടു ടോക്ക് പോസിറ്റീവ് അബൌട്ട് ദാറ്റ്, അതിന്റെ കാരണങ്ങൾ. അല്ലാതെ നെഗറ്റീവായിട്ട് അല്ലെ ആരെയും ക്രിട്ടിസൈസ്, ആരെയും താഴ്ത്തി കിട്ടുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു കാരണങ്ങളാണ് ടോട്ടലി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. സഞ്ജുവിന് എനിവേ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് ടു പ്ലേ well in the New Zealand series as well as in World Cup, and let him wish him to play a very good innings throughout the series, World Cup as New Zealand. അപ്പം നമ്മള് ഇതൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ ക്യാരക്ടർ, അതായത് നമ്മൾ ലക്കി എന്ന് പറയുന്നത് അൺലക്കി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ മാറി മറയാവുന്നു. നമ്മള് ഒരിക്കലും ഒരു ഗിവപ്പ് ചെയ്യാതെ ഡിറ്റർമിനേഷനോട് പോയാൽ അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഫലം ഉണ്ടാവുമെന്നും, നമ്മൾ പെർസേവൻസ് നമ്മൾ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് സ്പോർട്സിലായാലും പൊളിറ്റിക്സിലായാലും രാഷ്ട്രീയ കലാരംഗത്തായാലും സിനിമയിലായാലും ഒക്കെ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പാഠമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മരിച്ചുപോയ ശ്രീനിവാസന്റെ വരവേൽപ്പ് എന്ന മൂവിയില് വരവേൽപ്പില്ല നാടോടിക്കാറ്റ് എന്ന മൂവിയില് ശ്രീനിവാസന് മോഹൻലാലിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. അതായത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഏതെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഡെസ്പായി പോകാതെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ ഹാർഡ് വർക്ക് ഈസ് മസ്റ്റ് ആണ്. അപ്പൊ ഇത് ആ സമയമാകുമ്പോ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് ആയിട്ട് നല്ലതായിട്ട് ഷൈൻ ചെയ്യുന്ന രീതിയിൽ വരുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്, ഒരു ഇൻസ്പിറേഷനാണ് സഞ്ജു സാംസന്റെ ഈ കാര്യം ഇതുവരെ ഉള്ളത്. അതെ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. അതുവരെ ടേക്ക് കെയർ.
ബൈ. താങ്ക് യു. താങ്ക് യു.